ഈ ഒരു ഏരിയയാണ് ഇലുവ ഏറ്റവും ടോപ്പ് കേട്ടോ. ആ ഏറ്റവും ടോപ്പിൽ ഒരു ടവർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നാണ് വയർലെസ് സിഗ്നൽ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇവിടുന്ന് താഴത്തേക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ ആ മലയിൽ നിന്ന് പയ്യെ ഇറങ്ങിയിട്ട് കുറച്ചും കൂടെ നമുക്ക് താഴത്തേക്ക് ഇറങ്ങുവാണെങ്കിൽ അവിടെയുള്ള വ്യൂ കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇടുക്കി കോട്ടയം ജില്ലകളുടെ അതിർത്തി പങ്കിടുന്ന ഈ ഒരു സ്ഥലം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3200 അടി ഉയരത്തിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. ഈ മലയുടെ ടോപ്പിൽ എപ്പോഴും നല്ല കാറ്റായിരിക്കും കേട്ടോ. അങ്ങനെ എന്തോരം കാറ്റ് വീശിയാലും ഈ മലയുടെ താഴെ ഒരു ചിറയുണ്ട്. ആ ചിറയിൽ ഒരു ഇല പോലും ചാടില്ല. അങ്ങനെയാണ് ഇവിടെ ഇലുവ പൂഞ്ചിറ എന്നുള്ളൊരു പേരൊക്കെ വരാനുള്ള കാരണം. ഇടുക്കി കോട്ടയം ജില്ലകളുടെ അതിർത്തിയിലാണെങ്കിലും ഈ ഒരു സ്ഥലം കോട്ടയം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ നിന്നും മൂലമറ്റം റൂട്ടിൽ കാഞ്ഞാർ എന്ന സ്ഥലത്തെത്തി അവിടെ നിന്ന് ഏകദേശം ഒരു 7 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇലുവ പൂഞ്ചിറ എത്തിച്ചേരാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇലുവ പൂഞ്ചിറയിലേക്കുള്ള യാത്രയാണ്. അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ക്ലൈമറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇലുവ പൂഞ്ചിറയിലേക്ക് പോകുന്നത് എറണാകുളം ജില്ലയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എറണാകുളത്ത് നിന്ന് നേരെ തൊടുപുഴ വന്ന് അവിടെ നിന്ന് മൂലമറ്റം റൂട്ടിൽ കാഞ്ഞാർ എത്തി അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇലുവ പൂഞ്ചിറയിലേക്ക് നമുക്ക് വേഗം തന്നെ എത്തിച്ചേരാനായിട്ട് സാധിക്കും കേട്ടോ. കാഞ്ഞാറിൽ നിന്ന് ഏകദേശം ഒരു 7 കിലോമീറ്റർ മാത്രമാണ് ഇലുവ പൂഞ്ചിറ എന്ന ഹിൽ സ്റ്റേഷനിലേക്ക് ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇലുവ പൂഞ്ചിറയുടെ ഏകദേശം ടോപ്പിലെത്തി. നമുക്ക് വണ്ടി കൊണ്ട് പോകാൻ സാധിക്കുന്നത് ഈ ഒരു ടോപ്പ് വരെയാണ് കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റ് നമുക്ക് ട്രക്ക് ചെയ്ത് പോകണം, അല്ലെങ്കിൽ ജീപ്പ് സർവീസ് എടുത്തിട്ട് പോകാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് മേളിലേക്ക് നടന്നു പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇലുവ പൂഞ്ചിറ വ്യൂ പോയിന്റിന്റെ. അപ്പം ഇവിടെ നിന്ന് ഈ ലെഫ്റ്റ് സൈഡ് കിടക്കുന്ന ഈ ഒരു ഓഫ് റോഡാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. ഇവിടെ നേരെ ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം നമുക്ക് ട്രക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ടോപ്പിലുള്ള റേഡിയോ സ്റ്റേഷൻ്റെ ഒക്കെ അവിടെ എത്താനായിട്ട് സാധിക്കും കേട്ടോ. ആ റേഡിയോ സ്റ്റേഷൻ ഇരിക്കുന്ന ഒരു ഏരിയ ആണ് ഈ മലയുടെ ഏറ്റവും ടോപ്പ് ഏരിയ കേട്ടോ. പിന്നെ അവിടെ നിന്ന് താഴത്തേക്ക് ജസ്റ്റ് മല ഇറങ്ങുവാണ്. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് ഒന്നെങ്കിൽ നടന്ന് ട്രക്ക് ചെയ്ത് പോകാം, അല്ലെങ്കിൽ ഇവിടുന്ന് ജീപ്പ് സർവീസ് ഉണ്ട്. അപ്പം ജീപ്പ് സർവീസിന് പോയാൽ എന്നാ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ നടന്ന് പോകുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. നടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേറെ കാണാനും ഉണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക്. നമ്മൾ നടന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു പാറയൊക്കെയുള്ള ഒരു ഏരിയ ഉണ്ട്. അവിടെ വരെ വേണമെങ്കിൽ നമുക്ക് വണ്ടി കൊണ്ടുവരാം. ബൈക്കുകളും കുറച്ച് കാറും ഒക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയാണെങ്കിൽ അവിടെ വരെ നമുക്ക് വണ്ടി കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വീണ്ടും മുകളിലേക്ക് കയറി പോവാണ്. അപ്പോൾ മുകളിലേക്ക് കയറുമ്പോൾ റൂട്ടുണ്ട്. ഇങ്ങനത്തെ റോഡാണ് ഇനി ഇവിടെ മുതൽ ഏറ്റവും ടോപ്പ് വരെ കേട്ടോ. അതായത് ഫുള്ള് കല്ലും ഒക്കെ ആയിട്ട് കിടക്കുന്ന ഓഫ് റോഡാണ്. എന്നാലും ഒരുപാട് കുത്തനെയുള്ള കയറ്റമൊന്നുമല്ല കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കുറച്ചങ്ങ് മുകളിലേക്ക് കയറിയിട്ട് നമ്മൾ ഇങ്ങനെ താഴത്തേക്ക് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് കേട്ടോ. ഫുള്ള് നല്ല വൈഡായിട്ട് ഇങ്ങനെ വ്യൂ കേട്ടോ. നമ്മുടെ താഴെയും ഒരുപാട് മലകളുണ്ട്. അപ്പം അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ കയറി പോകുന്നത് കേട്ടോ. ഇതുണ്ടോ, ഇതേപോലെ ഉള്ള വഴിയാണ് ഫുള്ള് ഇനി മുകളിലേക്ക് കേട്ടോ. പിന്നെ ഈ ഒരു മലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മല ഫുള്ള് ഇതുപോലത്തെ പുല്ലുകളാണ് കേട്ടോ. ഒരുപാട് വലിയ മരങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ മരങ്ങളേ ഉള്ളൂ. ബാക്കി ഫുള്ള് ഇതുപോലത്തെ പുല്ലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്നിട്ട് താഴത്തേക്കും ചുറ്റിനും ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭയങ്കരമായിട്ടുള്ള നല്ല കിടിലം വ്യൂസ് ആട്ടോ ഫുള്ള്. അതാണ് ഇലുവ പൂഞ്ചിറയുടെ ഒരു പ്രത്യേകത. ഈ ഒരു മലയിൽ ഒരുപാട് വലിയ ഹൈറ്റുള്ള മരങ്ങളോ കാടോ അങ്ങനെയൊന്നുമില്ല, കൂടുതലും ഇതുപോലത്തെ പുല്ലുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മലയൊക്കെ കാണാനായിട്ട് നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ഫുള്ള് നല്ല പച്ചപ്പൊക്കെ ഉള്ള ഒരു ടൈം ആണെങ്കിൽ ഫുള്ള് നല്ല ഗ്രീനറി ആയിരിക്കും. നല്ല വേനൊക്കെ വന്നു കഴിയുമ്പോഴത്തേന് ഈ പച്ചപ്പും ഈ പുല്ലും ഇതെല്ലാം നല്ലപോലെ ഉണങ്ങിയിരിക്കുമായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഇവിടെ വരേണ്ട ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വിന്റർ അല്ലെങ്കിൽ ഒരു മഴയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ആ ഒരു ടൈമിലേക്ക് വരുവാണെങ്കിൽ നല്ലൊരു ക്ലൈമറ്റും നല്ലൊരു വ്യൂവും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. ഇതുണ്ട്, ഇതേപോലെ പുല്ലുകൾക്ക് ഇടയിൽ കൂടെ ഇങ്ങനെ ചെറിയ ചെറിയ വഴികളുണ്ട്. അപ്പൊ അങ്ങോട്ടേക്കൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നോക്കുവാണെങ്കിൽ തന്നെ ആ സൈഡിലൊക്കെ നല്ല വ്യൂസ് നമുക്ക് കിട്ടും കേട്ടോ. നമ്മുടെ മെയിൻ വഴിയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മാറിയിട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു വ്യൂ ആട്ടോ ഇത്. നോക്കിയാൽ ഫുള്ള് നമ്മളിങ്ങനെ ചുറ്റോട് ചുറ്റും നോക്കുമ്പോൾ നമുക്ക് ഫുള്ള് നമ്മളൊരു പുല്ലുകൾ കൂടുതലുള്ള മലയിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വ്യൂ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചറിയാൻ സാധിക്കും കേട്ടോ. ഞങ്ങളിപ്പോൾ മലയാളം അതൊരു 1/4 ഭാഗം എത്തി കേട്ടോ. ഇവിടെ കയറിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫോഗ് വന്നു തുടങ്ങി കേട്ടോ. നോക്കിയാൽ ഫുള്ള് ഫോഗായി വന്നിട്ടുണ്ട്. എന്നാലും മുഴുവനും ഫോഗ് വന്ന് അങ്ങ് മൂടിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുത്തെ ആ വ്യൂസും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ വീണ്ടും മുകളിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്.
പിന്നെ ജീപ്പ് സർവീസ് ഉണ്ടെന്ന് പറഞ്ഞ ജീപ്പ് സർവീസ് ആ ജീപ്പ് നിർത്തിയിട്ടേക്കുന്ന അവിടം വരെയാണ് കൊണ്ടുവരുള്ളൂ കേട്ടോ. ഇവിടുന്ന് ഈ ഒരു ഗേറ്റ് വന്നിട്ടുണ്ടല്ലോ, ഈ ഗേറ്റിന്റെ ഇവിടുന്ന് അങ്ങോട്ട് മുകളിലേക്ക് ജീപ്പുകളോ വണ്ടികളോ ഒന്നും വിടാൻ അനുവദിക്കൂല. അത് ജീപ്പ് സർവീസിൽ വരുന്നവരാണെങ്കിലും ആ ജീപ്പ് നിർത്തിയിട്ടേക്കുന്ന അവിടെ ഇറങ്ങിയിട്ട് പിന്നെ ഒരു കുറച്ചുള്ളൂ കേട്ടോ, ഒരു 100 മീറ്ററോളം നമുക്ക് നടക്കേണ്ട വരും. അപ്പൊ അത്രയും നടന്നിട്ട് താഴെ വന്നിരുവാണെങ്കിൽ ജീപ്പുകാർ തന്നെ അവിടെ നിന്ന് വേറെ സ്പോട്ടിലൊക്കെ കൊണ്ടുപോയി കാണിച്ചിട്ട് കൊണ്ടുവരും കേട്ടോ. അതാണ് ജീപ്പുകാരുടെ ഒരു പാക്കേജ് പറഞ്ഞത്. നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് മാറി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വേറൊരു വ്യൂ കണ്ടപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറിയതാട്ടോ. ഇത് നോക്കി, ഇവിടുന്ന് താഴത്തേക്ക് നോക്കി കഴിഞ്ഞാൽ എന്നാ കിടുവായിട്ട് നമുക്കത് കാണാൻ സാധിക്കും എന്നുള്ളത്. പുഴ പോകണം കേട്ടോ, മലങ്കര ഡാമിന്റെ വെള്ളം പോകുന്ന ഒരു പുഴയാണത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിന്റെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ. അതുകൊണ്ട് ഇവിടെ നിന്നിട്ട് നമ്മൾ ചുറ്റോട് ചുറ്റും നോക്കി കഴിയുവാണെങ്കിൽ നമുക്ക് ഫുള്ള് 360 നമുക്ക് ഫുള്ള് വ്യൂ കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇതിന്റെ തൊട്ടപ്പുറം ഒരു പാറയുണ്ട്, ആ പാറയുടെ മേളിൽ നമുക്ക് കയറാം കേട്ടോ. അങ്ങോട്ട് പോവാണ്. ഇപ്പൊ ഈ പാറ ഇത് നമ്മൾ കാണുമ്പോൾ ഭയങ്കര ഡേഞ്ചർ പോലെ ഇരിക്കും, പക്ഷെ നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ അത്ര ഡേഞ്ചർ ആയിട്ട് തോന്നൂല. എന്നാലും നല്ല ഹൈറ്റിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങനത്തെ സ്ഥലത്തേക്ക് പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം പോകാനായിട്ട്. അപ്പൊ നമ്മൾ സേഫ് ആണ് എന്ന് തോന്നിയോണ്ട് മാത്രം പോയതാട്ടോ. അവിടെ നിന്നിട്ട് നോക്കി കഴിയുവാണെങ്കിൽ നമുക്ക് ഇടുക്കി ജില്ലയുടെ ഒരുപാട് ഭാഗങ്ങളും അതിന്റെ അപ്പുറത്തെ സൈഡിലാണെങ്കിൽ കോട്ടയം ജില്ലയുടെ കുറെ ഭാഗങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഈ മല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഇതുപോലെ പാറകളും പുല്ലുകളും ചെറിയ ചെറിയ മരങ്ങളും മാത്രമേ ഉള്ളൂ. ഇത് വലിയൊരു ഫോറസ്റ്റ് സെറ്റപ്പ് ഉള്ള ഒരു മലയൊന്നും അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വൈൽഡ് ആനിമലിന്റെ പ്രസൻസ് ഒന്നും ഇല്ല കേട്ടോ ഈ ഒരു ഏരിയയില്. ഇവിടെ ഫുള്ള് ഇങ്ങനെ പുല്ലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വന്യമൃഗങ്ങളുടെ ഒരു ശല്യം ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. പാറയിൽ ഇങ്ങനെ ഇരുന്ന് കുറച്ചു നേരം വർത്താനം പറഞ്ഞുകൊണ്ട് ഇരുന്ന സമയമൊക്കെ ചെലവഴിക്കാനായിട്ട് നല്ലൊരു വൈബാണ് കേട്ടോ. അപ്പൊ നമ്മൾ ആ പാറയിലൊക്കെ കയറി കുറച്ചു നേരം വർത്താനം പറഞ്ഞ് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ വീണ്ടും മേളിലേക്ക് പോവാണ് കേട്ടോ. ഈ ഇലുവര പൂഞ്ചാർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഏറ്റവും ടോപ്പിൽ കയറിയ മാത്രമാണ് വ്യൂ കിട്ടുള്ളൂ എന്നൊന്നുമില്ല കേട്ടോ. താഴെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ചും കയറി കഴിയുമ്പോൾ തന്നെ ആ വ്യൂ കിട്ടാനായിട്ട് തുടങ്ങും കേട്ടോ. പിന്നെ നമ്മൾ മേളിലേക്ക് കയറുന്തോറും അതിന്റെ ഒരു വൈഡ് ഫീലിംഗ് നമുക്ക് കൂടുതലായിട്ട് കിട്ടും. അപ്പൊ ഇപ്പൊ നമ്മൾ ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ബിൽഡിംഗ് ആണ് പഴയ റേഡിയോ സ്റ്റേഷൻ ആയിരുന്നു കേട്ടോ. വയർലെസിന്റെ റേഡിയോ സ്റ്റേഷൻ ആണ്. അപ്പൊ ഇപ്പൊ അത് യൂസ് ചെയ്യുന്നില്ല. ഇപ്പൊ അതിന്റെ തൊട്ട് താഴെ ചെറിയൊരു പുതിയ ബിൽഡിംഗ് പണിതിട്ടുണ്ട്. അപ്പൊ അവിടെയാണ് വയർലെസ് സ്റ്റേഷൻ കേട്ടോ. അപ്പൊ ഇപ്പോഴും അത് വർക്കിംഗ് ആണ്. ഇപ്പൊ പോലീസുകാരൊക്കെ ആ ഒരു ഓഫീസിലുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയ ആണ് ഇലുവ പൂഞ്ചിറയുടെ ഏറ്റവും ടോപ്പ് കേട്ടോ. ആ ഏറ്റവും ടോപ്പിൽ ഒരു ടവറൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നാണ് വയർലെസ് സിഗ്നൽ പോകുന്നത് കേട്ടോ. അപ്പൊ ഇനി ഇവിടെ നിന്ന് താഴത്തേക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ ആ മലയിൽ നിന്ന് പയ്യെ ഇറങ്ങിയിട്ട് കുറച്ചും കൂടെ നമുക്ക് താഴത്തേക്ക് ഇറങ്ങുവാണെങ്കിൽ അവിടെയുള്ള വ്യൂ കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ നമ്മൾ അതിന്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് വീണ്ടും കുറച്ച് താഴത്തേക്ക് ഇപ്പൊ ഇറങ്ങി. ഇവിടെ ഇറങ്ങി കഴിയുമ്പോഴത്തേന് ഈ ഒരു മലയുടെ വേറെ സൈഡാണ് നമ്മൾ കാണുന്നത്. അപ്പൊ വേറെ സൈഡിലേക്ക് വന്നിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അടിപൊളി വ്യൂ ആട്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് തന്നെ വ്യൂ അല്ല, പൊള്ളി വ്യൂ കേട്ടോ. നമ്മൾ അവിടെ നിന്ന് കുറച്ചും കൂടെ താഴത്തേക്ക് ഇറങ്ങി അവിടെ കുറച്ചു നേരം പോയി ഇരിക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് വർത്താനൊക്കെ പറഞ്ഞിരിക്കാനായിട്ട് നല്ലൊരു വൈബൊക്കെ കിട്ടുന്ന ഒരു ഏരിയ ആണല്ലോ. നോക്കി എന്താ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്താന്ന് നോക്കി. താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് ഉരുണ്ട് പോകും. നല്ലൊരു മലയാണ്. ആ മലയുടെ താഴത്തേക്ക് കൈക്ക് വിട്ട് കഴിഞ്ഞാൽ അങ്ങ് ഉരുണ്ട് പോകും. അപ്പൊ നമ്മൾ ഇവിടെയൊക്കെ വന്ന് നിൽക്കുമ്പം വളരെ ശ്രദ്ധിച്ചും നല്ല സേഫ്റ്റിയോടും കൂടിയിട്ട് വന്ന് നിൽക്കാവുള്ളൂ കേട്ടോ. ഒരുപാട് അറ്റത്തേക്കോ അതിന്റെ സൈഡിലേക്കോ ഒന്നും പോകാനായിട്ട് നിൽക്കരുത്. വേഗം ഇവിടെ മഞ്ഞ് കയറി മൂടുകയും ചെയ്യും. അതേപോലെ തന്നെ ചില സമയത്ത് വേഗം മഞ്ഞ് പോവുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് നമുക്ക് വ്യൂ വേഗം ചിലപ്പോൾ കിട്ടാനുള്ള ചാൻസും ഉണ്ട്. അതേപോലെ തന്നെ മഞ്ഞ് കയറി മൂടിയിരിക്കുവാണെങ്കിൽ നമുക്ക് കാണാനും സാധിക്കില്ല കേട്ടോ. പിന്നെ ഇവിടെ മഴയുള്ളപ്പോൾ ഇടിയുള്ളപ്പോൾ ഒന്നും ഒരിക്കലും ഇതിന്റെ മുകളിലേക്ക് വരരുത് കേട്ടോ. ഇവിടെ വയർലെസ് സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും ടോപ്പിലാണല്ലോ. അപ്പൊ ഇവിടെ നല്ലപോലെ ഇടി വെട്ടുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ ഇടി വെട്ടുന്ന സമയത്ത് ഇതിന്റെ മുകളിലേക്ക് കയറാൻ ആരും നിൽക്കില്ല കേട്ടോ. അപ്പൊ നല്ല സേഫ് ആയിട്ടുള്ള ടൈമൊക്കെ നോക്കി നല്ല സേഫ് ആയിട്ട് തന്നെ ഇതിന്റെ മുകളിൽ കയറിയിട്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നിങ്ങൾ തിരിച്ചിറങ്ങാൻ നോക്കണം. നമ്മളവിടെ കുറെ നേരമൊക്കെ നിന്ന് കഴിയുമ്പോഴത്തേനും അത്യാവശ്യം നല്ല തണുപ്പാവും കേട്ടോ. അപ്പൊ ഒരുപാട് കാറ്റോ കാര്യങ്ങളൊന്നും വീശുന്നില്ല. നല്ല മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അന്യ കാറ്റായിരിക്കും കേട്ടോ. ഇപ്പൊ വലിയ കാറ്റൊന്നുമില്ല. അപ്പൊ നമ്മളിവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇതിന്റെ വേറൊരു സൈഡിലേക്ക് പോവാണ്. ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ ചുറ്റോട് ചുറ്റും ഫുള്ള് വ്യൂ ആണ്. നമുക്ക് എവിടെ വേണേലും പോയി ഇരുന്നിട്ട് നമുക്ക് കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇവിടെ ഒരു കറക്റ്റ് ഒരു പോയിന്റ് മാത്രമാണ് പോകാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. ഇതിന്റെ മേളിൽ കയറി കഴിഞ്ഞാൽ ഇതിന്റെ 4 സൈഡിലും നമുക്ക് വ്യൂ കാണാനായിട്ട് സാധിക്കും കേട്ടോ.
അതിപ്പം നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഞ്ഞ് കയറിയിട്ടുണ്ട്. ചെറുതായിട്ട് ഒരു ഇരുട്ടൊക്കെ പോലെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മഞ്ഞും തണുപ്പും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലത്ത് വന്നിട്ട് നമ്മൾ ചുമ്മാ ഇരിക്കും കേട്ടോ. അപ്പൊ ഇതിന്റെ താഴെ ഫുള്ള് മഞ്ഞാണ്. അതിന്റെ താഴത്തേക്കൂടെ റോഡൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ മഞ്ഞ് പോയാലാണ് നമുക്ക് അതൊക്കെ വിസിബിൾ ആവുള്ളൂ. ഇനി നമ്മൾ ഇവിടുന്ന് താഴത്തേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഇപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു മണിക്കൂറോളം നമ്മളിവിടെ ടൈം സ്പെൻഡ് ചെയ്തു. ഫാമിലീസും കുട്ടികളും എല്ലാവരും ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട പഴയ റേഡിയോ സ്റ്റേഷൻ. അപ്പൊ ഇങ്ങോട്ട് വന്നപ്പോൾ ഫുൾ അവിടെ തിരക്കല്ലായിരുന്നു. ഇപ്പൊ എല്ലാവരും പോയിട്ടുണ്ട്. ഇത് പഴയ ഒരു ഓഫീസാണ് കേട്ടോ. ഇവിടെ ആയിരുന്നു നേരത്തെ പോലീസുകാരൊക്കെ സ്റ്റേ ചെയ്തുകൊണ്ടിരുന്ന കേട്ടോ. വയർലെസ് സ്റ്റേഷന്റെ ആ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട്. ഈ ഇടയ്ക്കാണ് പുതിയൊരു ഓഫീസ് ഇതിന്റെ താഴെ പണിതത്. അപ്പം പോലീസുകാരും ഓഫീസേഴ്സും എല്ലാ ഓഫീസിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങോട്ടേക്കൊക്കെ നമുക്ക് എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. അങ്ങോട്ടേക്കൊന്നും നമുക്ക് പോകാനായിട്ട് സാധിക്കില്ല കേട്ടോ. ഇനി നമ്മൾ ആ ഒരു മല ഇറങ്ങാനായിട്ട് പോവുകയാണ്. അപ്പൊ ദേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ആ ജീപ്പ് സർവീസ് വരുന്നതിന്റെ അവിടം വരെ എത്തി കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ജീപ്പ് സർവീസ് ആൾക്കാരെയും കൊണ്ട് മുകളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഒരുപാട് പറ്റില്ലാത്തവരൊക്കെ ആണെങ്കിൽ ജീപ്പ് സർവീസ് എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഏറ്റവും നല്ലത് നടന്നു പോകുന്ന കേട്ടോ. നടന്നു പോവുകയാണെങ്കിൽ നമുക്ക് നല്ല നല്ല വ്യൂസും ക്ലൈമറ്റും മഞ്ഞും ഒക്കെ എൻജോയ് ചെയ്ത് നമുക്ക് മുകളിലേക്ക് പോകാനായിട്ട് സാധിക്കും കേട്ടോ. അത് നമ്മൾ താഴെ എത്തി. താഴെ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ കണ്ടാൽ പാറയില്ല. അപ്പോൾ അവിടെ എത്തി. അവിടെ അപ്പോൾ വണ്ടിയൊക്കെ കുറച്ച് കയറ്റിക്കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4x4 അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് ആ പാറയുടെ അവിടെ വരെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ മലയുടെ താഴെ ഇറങ്ങി. മലയുടെ താഴെ ഒരു ചായക്കടയൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ ചായക്കടയാണ്. ഇവിടെ ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ചെറിയ ചായക്കടകൾ, വെള്ളം, സ്നാക്സ് അങ്ങനെയൊക്കെ മാത്രമാണ് ഇവിടെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിത് ഈ ചായക്കട കയറി കേട്ടോ. 4 കട്ടൻ നോർമൽ മധുരം കൂടുതൽ വേണ്ട കേട്ടോ. ഇത് ഫുള്ള് റേറ്റിനുള്ള ഇല്ല കേട്ടോ. ഇത് പകുതി ഉള്ളതിന്റെ. നമ്മൾ പറഞ്ഞ ആർക്കും കട്ടൻ ചായ ആയിട്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ അതേ നമ്മൾ അവിടെ നിന്ന് കട്ടൻ ചായയും കുടിച്ച് അവിടെ നിന്ന് ഓരോ മുറുക്കും എടുത്ത് കഴിച്ചു കേട്ടോ. ഇതിന് ചുറ്റിച്ച് കൂടെ ഉണ്ടോ? പറഞ്ഞ മതിയോ? ആ നൈസാ. അപ്പോൾ അതേ നമ്മൾ അവിടെ നിന്ന് കട്ടൻ ചായ കുടിച്ചിട്ട് നമ്മളിനി ഇവിടുന്ന് നേരെ പോവാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇലുവരാപ്പൂഞ്ചിറ വന്നു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് നമുക്ക് കാഴ്ചകൾ കാണാനും ക്ലൈമറ്റ് എൻജോയ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇലുവരാപ്പൂഞ്ചിറ എന്നൊരു സ്ഥലത്തെക്കുറിച്ച് പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.